500 അടിക്കൂ? ഓക്കെ, നമുക്ക് നോക്കാം. രാഷ്ട്രപതി മന്ത്രിയാണ്. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താ മോളെ പേരെന്താ? അഞ്ജു റോസ്. അനിറ്റ. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണോ? അങ്ങനെ ഫ്രണ്ട്സ് ആണ് എല്ലാവരും. ജസ്റ്റ് കറങ്ങാൻ വേണ്ടി നിങ്ങൾ പാർക്കിലേക്ക് വന്നു. ഓക്കെ, നിങ്ങൾ സോൾട്ട് മാംഗോ എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ച് കേട്ടോ? ഇതൊരു ഫ്രീ ആപ്പാണ്, പ്ലേ സ്റ്റോറിൽ ഒരു ഫ്രീ ആപ്പാണ്. നമുക്ക് ക്വിസ് കളിച്ചുകൊണ്ട് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാം. അപ്പോൾ ഈ സോൾട്ട് മാംഗോൻ്റെ ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യണേ. നിങ്ങൾക്ക് ഭാഗ്യത്തിനനുസരിച്ച് ഒരു കാറ്റഗറി വരും. ആ കാറ്റഗറിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 10 10 ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട്. നിങ്ങൾ 5 എണ്ണെങ്കിലും ശരിയായി കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു പ്രോത്സാഹന സമ്മാനം നിങ്ങൾക്ക് കിട്ടും. സ്റ്റാർട്ട് ചെയ്യാം. 500 അടിക്കൂ? ഓക്കെ, നമുക്ക് നോക്കാം. കേരള ബേസ്. വേണമെങ്കിൽ ഒരു സ്പിന്നും കൂടി ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കണം. ഗാന്ധിജി എത്ര തവണ കേരളത്തെ സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 2. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതം ഉള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഹിമാചൽ പ്രദേശ് ആണോ? ഉത്തർപ്രദേശ്. മഹാരാഷ്ട്ര. കുറ്റം ചെയ്യാത്ത ഒരാളുടെ ജയിലടച്ച അയാൾക്ക് സമീപിക്കാൻ സുപ്രീം കോർട്ട് മനുഷ്യാവകാശ വിറ്റാമിൻ സി. യെസ്. പൊതു സ്ഥലങ്ങൾ ശുചീകരണത്തിനായ കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം അല്ലെങ്കിൽ അല്ല തൃശ്ശൂർ. വ്യാഴാണോ? ശുക്ര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്? ഇന്ത്യയിലെ ഏറ്റവും അറിയില്ല, എനിക്ക് എന്നിട്ടറിയാം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആരാണ്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് ഗവർണറാണ്. രാഷ്ട്രപതി മന്ത്രിയാണ്. ഏത് വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? ടെക്നോ പാർക്ക് എടുത്തോണ്ടല്ലോ 2013 ബഹ്റിന്റെ തലസ്ഥാനം ഏതാണ്? ബഹ്റിന്റെ തലസ്ഥാനം കാബൂളല്ല. തോന്നുന്നു കഴിഞ്ഞു. താങ്ക് യു.